ദൈവ ഇഷ്ടമാ നിങ്ങളുടെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ഒന്ന് കൈ തലയിലോട്ട് വെച്ച് പറഞ്ഞേ, എൻ്റെ ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാനായിരിക്കുന്ന സഭയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ദൈവം എന്നെ അയക്കുന്നിടത്തെല്ലാം ഞാൻ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ചിന്തയ്ക്കായി, ഒരു വലിയ വിടുതലിനായി, ഒരു വലിയ മുന്നേറ്റത്തിനായി, ഒരു വലിയ അത്ഭുതം നിങ്ങളിലും എന്നിലും സംഭവിക്കേണ്ടതിനായി ഒരു വേദഭാഗം വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ. 2 Peter chapter 1 verses 1 to 4. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ ദൈവസഭയ്ക്ക്, വിശുദ്ധന്മാർക്ക്, തന്റെ ദാസന്മാർക്ക്, വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് നൽകിയ അതിശക്തമേറിയ ഒരാലോചന. ഞാൻ വാസ്തവത്തിൽ എനിക്കിതിൻ്റെ 4-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഇതിൻ്റെ 1 മുതൽ വായിപ്പിച്ചത് അത് അത്രയും വായിച്ചാൽ മാത്രമേ ഇതാരോടാ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഇനി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് ആ വിലയേറിയ വിശ്വാസം ലഭിച്ചവരോടാണ്. ഈ പത്രോസിന്റെ ലേഖനത്തിലാണ് വാല്യൂ ഉള്ളതിന് വാല്യൂ കൊടുത്തുകൊണ്ട് പത്രോസ് പല കാര്യങ്ങളും പ്രസ്താവിക്കുന്നുണ്ട്. പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ നിങ്ങളെ വീണ്ടെടുത്തത് എന്ന് പറയുന്നത് പത്രോസാണ്. അതേ പത്രോസ് മറ്റൊരു വിലയേറിയ കാര്യം പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിലയേറിയ വിശ്വാസം. ഹല്ലേലൂയ. ആ വിലയേറിയ വിശ്വാസത്തിൽ ജീവിക്കുന്നവരും ആ വിലയേറിയ വിശ്വാസം ലഭിച്ചവരും ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. അവരോടാണ് തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നത്, എല്ലാവരോടുമല്ല. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ. ഒരാമീൻ പറഞ്ഞേ. 3-ാമത്തെ വാക്യം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. ഈ വാക്യം വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി, ഹല്ലേലൂയ, ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഞാനതാ പറഞ്ഞ പത്രോസിന്റെ ലേഖനത്തിൽ വിലയേറിയത് എന്നൊരു വിഷയം തന്നെയുണ്ട്. വിലയേറിയ വിശ്വാസം, വിലയേറിയ വാഗ്ദത്തം, വിലയേറിയ രക്തം, ഇങ്ങനെ പത്രോസ് അതിങ്ങനെ നീട്ടി പറയുന്ന വാല്യുബിൾ ആയിട്ടുള്ള, പ്രഷ്യസ് ആയിട്ടുള്ള അതിശക്തമേറിയ ചില വെളിപ്പാടുകൾ, വിലയേറിയ അതിവിശക്തമേറിയ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു.
ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഈ വചനത്തിലെ ഒരു വാക്കു മതി നിന്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കാൻ. മൂന്നാമത്തെ വാക്യം ഗൗരവമായി നമുക്ക് ശ്രദ്ധിക്കാം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, അവന്റെ ദിവ്യ ശക്തി, നമ്മളെ വിളിച്ച കർത്താവ്, നമുക്ക് ആ വിലയേറിയ വിശ്വാസം തന്ന ദൈവം, നമുക്ക് ആ വിലയേറിയ വാഗ്ദത്തം തന്ന ദൈവം തന്റെ പരിജ്ഞാനത്താൽ, തന്റെ ദിവ്യ ശക്തി, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. വിശ്വാസ ജീവിതം നയിക്കുന്നവരോട്, വിലയേറിയ വിശ്വാസ ജീവിതം നയിക്കുന്നവരോട്, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരോട്, വിലയേറിയ വാഗ്ദത്തങ്ങൾ ലഭിച്ചവരോട് സർവശക്തനാകുന്ന ദൈവം പറയുന്നു, നിന്റെ ദൈവം, എൻ്റെ കർത്താവ്, നമ്മുടെ യേശു നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അതിന് ഇംഗ്ലീഷ്, ആ സെന്റൻസ് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, His divine power has granted to us everything. His divine power has given to us everything. NKJV translation പറയുന്നു, His divine power has given to us everything. അവന്റെ ആ ദിവ്യ ശക്തി, യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും വേണ്ടിയതെല്ലാം, പറഞ്ഞാട്ടെ, എവ്രിതിങ്, എല്ലാം ദാനമായി തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യേശു എൻ്റെ ആത്മാവിൻ്റെയും യേശു എൻ്റെ ശരീരത്തിൻ്റെയും ദൈവം. ഒന്ന് വായി തുറന്ന് പറയാമോ? യേശു ക്രിസ്തു എൻ്റെ ആത്മാവിൻ്റെയും യേശു ക്രിസ്തു എൻ്റെ ശരീരത്തിൻ്റെയും ദൈവം. യേശു ക്രിസ്തു എൻ്റെ മനസ്സിൻ്റെ ദൈവം. യേശു ക്രിസ്തു എൻ്റെ വികാരങ്ങളുടെ ദൈവം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കർത്തൃത്വങ്ങളും യേശു ക്രിസ്തുവിനുള്ളതാണ്. ഹല്ലേലൂയ. ബിക്കോസ് ഹി ഈസ് മൈ ലോർഡ്. അവൻ എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് മെസ്സേജ് കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, നമ്മളുടെ സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടി, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി, ഭക്തി എന്ന് പറഞ്ഞ എന്നാ? ദൈവഭക്തി. ആ ഭക്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമല്ല അവൻ നമുക്ക് ദാനം ചെയ്യുന്നത്. നമ്മളുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം, ആ വേണ്ടതെല്ലാം എന്ന് പറയുന്നതിനകത്ത് സംശയിക്കല്ലേ, നിനക്ക് വേണ്ടതെല്ലാം. അത് മാത്രമല്ല, അത് നിമിത്തം അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായി, ഇതും കൊണ്ടും തീരുന്നില്ല. പത്രോസ് പറയുകയാണ്, ഇവിടം കൊണ്ടും തീരുന്നില്ല. ജീവനും എൻ്റെ ഭക്തിക്കും വേണ്ടത് മാത്രമല്ല അവൻ ദാനം ചെയ്തിരിക്കുന്നത്, ഇത് കൂടാതെ മറ്റ് വിലയേറിയ വാഗ്ദത്തങ്ങളും അവൻ നൽകിയിരിക്കുന്നു. ഈ ലോകത്തിലെ ഭക്തിപൂർണമായ ജീവിതം കൊണ്ടും ഈ ലോകത്തിലെ ഭൗതിക നേട്ടങ്ങൾ കൊണ്ടും മാത്രം നിന്നെ അനുഗ്രഹിച്ച് നീ അവസാനിക്കുകയല്ല. നിന്റെ മരണത്തിനപ്പുറമായ ജീവിതത്തിലും നീ കണ്ടിട്ടില്ലാത്ത വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ അത് ഒരുക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. Blessed be the name of the Lord. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. Thank you precious Jesus. ഹല്ലേലൂയ. വായ്കൾ തുറന്ന് പറയാമോ? ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം, ജീവിതത്തിനും ആത്മാവിനും വേണ്ടതെല്ലാം, ശരീരത്തിനും ആത്മാവിനും വേണ്ടതെല്ലാം എന്റെ യേശു എനിക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഒരെണ്ണം തന്ന് ഒരെണ്ണം ഒഴിവാക്കുവല്ല, ഒരെണ്ണത്തെ ഉയർത്തി കാണിച്ച് വേറൊരെണ്ണത്തെ ചെറുതാക്കുവല്ല. ഇത് രണ്ടും ഒരുപോലെ കർത്താവ് തന്നിരിക്കുക, ഒരുപോലെ കർത്താവ് തന്നിരിക്കുക. അതായിരുന്നു യേശുവിന്റെ ശുശ്രൂഷ, അതായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷ. എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ ആ ശുശ്രൂഷയുടെ അട്രാക്ഷൻ? എന്തുവായിരുന്നു? വലിയൊരു കൂട്ടം. വാട്ട് അട്രാക്റ്റഡ് ലാർജ് ക്രൗഡ് ടു ജീസസ് മിനിസ്ട്രി? എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ജനം അട്രാക്ട് ചെയ്യപ്പെട്ടത്, ആകർഷിക്കപ്പെട്ടത്? വാട്ട് ഈസ് ദ റീസൺ? നമ്പർ 1, he loved them. അവൻ അവരെ സ്നേഹിച്ചിരുന്നു. മാത്യു ചാപ്റ്റർ 9 വേർഡ് 36, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ പുരുഷാരത്തെ ഇടയിനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു.
താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ജനക്കൂട്ടത്തെ കുറിച്ച് അവൻ മനസ്സലിവുള്ളവനായിരുന്നു. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. തൻ്റെ അരികിൽ വരുന്നവരെ സ്നേഹിക്കുന്ന, തൻ്റെ കൺമുമ്പിൽ കാണുന്നവരെ സ്നേഹത്തോടെ പെരുമാറുന്ന, സ്നേഹത്തോടെ കരുതുന്ന ഒരു സ്വഭാവം കർത്താവ് ഈ ഭൂമിയിൽ കാഴ്ചവെച്ചു. നമ്പർ 1, he loved them. നമ്പർ 2, he met their needs. അത് പറഞ്ഞാൽ തീരുകയില്ല. തൻ്റെ അരികിൽ വന്ന ജനത്തിന്റെ ആവശ്യങ്ങളെ യേശു പരിഹരിച്ചു. കാഴ്ചയില്ലാത്തവന്റെ ആവശ്യം കാഴ്ചയാ, കാഴ്ച കൊടുത്തു. കേൾവിയില്ലാത്തവന്റെ ആവശ്യം കേൾവിയാ, കേൾവി കൊടുത്തു. ഊമന്റെ ആവശ്യം സംസാരിക്കണമെന്നുള്ളതാ, അവനെ കൊണ്ട് സംസാരിപ്പിച്ചു. കൂനിയായ സ്ത്രീയുടെ ആവശ്യം എപ്പോഴെങ്കിലും ഒന്ന് നിവരണം എന്നുള്ളതാ, അവളെ നിവർത്തി നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. വിശക്കുന്നവന്റെ ആവശ്യം ഭക്ഷണമാ, 5 അപ്പവും 2 മീനും എടുത്ത് വർദ്ധിപ്പിച്ച് അവരുടെ വിശപ്പടക്കി. ഭയപ്പെട്ടിരിക്കുന്നവന്റെ ആവശ്യം സമാധാനമാ. ഭയത്തിരുന്ന യായിറോസിനോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ജീസസ് ക്രൈസ്റ്റ്, he met their own needs. അവരുടെ ആവശ്യങ്ങളെ യേശു പരിഹരിച്ചു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് കുറെ പ്രസംഗങ്ങൾ മാത്രം നടത്തിപ്പോയവനല്ല. ലിസൺ, ഈ ദിവസങ്ങളിൽ എൻ്റെ ശുശ്രൂഷയെ തന്നെ മാറ്റിയത്, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റിയത്, എൻ്റെ ജീവിത നിലവാരങ്ങളെ മാറ്റിയത്, എൻ്റെ കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റിമറിച്ചത് ഒരു വാക്ക. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ. പിതാവിന്റെ ഇഷ്ടത്തെ, പിതാവിന്റെ ഹിതത്തെ ഈ ഭൂമിയിൽ നിർവഹിച്ചവനാണ് പുത്രൻ. പുത്രനെ പോലെ പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പാസ്റ്റർ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തന്റെ പുത്രനെ പോലെ പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പ്രവാചകനോ ഒരു ഇവാഞ്ചലിസ്റ്റോ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പുത്രനോളം പിതാവിന്റെ ഹൃദയത്തെ അറിഞ്ഞ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ ചിന്തയിൽ ഇല്ല എന്നാണ്. പക്ഷെ അങ്ങനെ ആകണം. എന്താ യേശു ഈ ഭൂമിയിൽ ചെയ്തത്? പിതാവിന്റെ ഇഷ്ടം. യേശുവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? പിതാവേ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, നീ നിന്റെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. പിതാവിന്റെ ലക്ഷ്യം പുത്രനെ മഹത്വപ്പെടുത്തണമെന്ന, പുത്രന്റെ ആഗ്രഹം പിതാവിനെ മഹത്വപ്പെടുത്തണമെന്ന. ഞാനും പിതാവ് ഒന്നായിരിക്കുന്ന പോലെ ഇവരെയും ഐക്യതയിൽ ഒന്നാക്കണമേ. യേശു ഈ ഭൂമിയിൽ ചെയ്തത് ദൈവത്തിന്റെ ഇഷ്ടമാ, പിതാവിന്റെ ഇഷ്ടമാ, ദൈവഹിതമാ ചെയ്തത്. പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ എല്ലാം എടുത്ത് പഠിക്ക്. കേവലം ഒരു പ്രസംഗം നടത്തി പോയവനല്ല പുത്രൻ. അവൻ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുത്തവനാ. തന്റെ മുമ്പിൽ വന്ന അന്ധൻ പിന്നെ അന്ധനായിട്ടില്ല. തന്റെ അരികിൽ വന്ന ചെകിടൻ ചെകിടനായി തുടർന്നിട്ടില്ല. തന്നോട് നിലവിളിച്ച ഒറ്റ രോഗികളും പിന്നെ രോഗിയായി തുടർന്നിട്ടില്ല. അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. തന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ട രക്തസ്രവക്കാരിയായ സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് മിറക്കിൾസ്, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ആണ്. പ്രഷ്യസ് ജീസസ്. അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്. പുത്രൻ ഈ ഭൂമിയിൽ ദൈവഹിതത്തെ വെളിപ്പെടുത്തിയെങ്കിൽ താൻ ഏറ്റവും കൂടുതൽ ചെയ്തത് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും താൻ ഒരു ആശ്വാസമായി. അന്ധന് താൻ കാഴ്ചയായി, ചെകിടന് താൻ കേൾവിയായി, ഊമന് താൻ സംസാരമായി. കർത്താവിന്റെ ശുശ്രൂഷകളെയും ഹീലിങ്ങിനെയും മിറക്കിൾസിനെയും ദൈവപ്രവർത്തികളെയും പരിഹസിക്കുന്നവർ യേശുവിനെ തുച്ഛീകരിക്കുന്നു, ദൈവഹിതത്തെ പുച്ഛിച്ച് പുറന്തള്ളുന്നു. കർത്താവും ആലയത്തിൽ നിന്ന് പ്രസംഗിച്ചത് എന്താണെന്നറിയാവോ? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവന്റെ ആത്മാവ് എന്റെ മേളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് ജനത്തിന്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്തു. വചനം പ്രസംഗിച്ചു. 3 ദിവസം വചനം പ്രസംഗിച്ചു. 3-ാമത്തെ ദിവസം അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു. വചനം പ്രസംഗിച്ചു. ആ വചനത്തിലൂടെ ജനത്തിന് വിടുതലും കൊടുത്തു. 2 കാര്യങ്ങളും ബാലൻസ്ഡ് ആയിരുന്നു. ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം അല്ല. 2ഉം കർത്താവ് ചെയ്തു. ഗിരിപ്രഭാഷണം കർത്താവ് നടത്തി. വായിച്ചു നോക്ക് പുസ്തകത്തിനകത്ത്.
ഗിരിപ്രഭാഷണം കഴിഞ്ഞ് അടുത്ത അധ്യായങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. താഴോട്ട് വായിക്കുമ്പോൾ മലയും പർവ്വതവും ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഒരു അന്ധനെ കർത്താവ് സൗഖ്യമാക്കുന്നു, ചെകിടനെ സൗഖ്യമാക്കുന്നു, ബന്ധനസ്ഥന് വിമോചനം കൊടുക്കുന്നു. നടക്കട്ടെ ദൈവപ്രവർത്തികൾ. കർത്താവ് പറയുന്നു, നിങ്ങൾ കർത്താവായ യേശുവിനെ അറിയേണ്ടതും അനുഭവിക്കേണ്ടതും ആ നിലയിലാണ്. നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവൻ ദാനം ചെയ്യും. യേശുവിൻ്റെ ആത്മീക കാര്യങ്ങളുടെ ദൈവം മാത്രമല്ല, യേശുവിൻ്റെ ഭൗതിക വിഷയങ്ങളെ മീറ്റ് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ വിളിയ. പൗലോസിന്റെ വിളിയല്ല പത്രോസിന്റെ വിളി. പത്രോസിനെ വിളിച്ച പോലെ അല്ല യാക്കോബിനെ വിളിച്ചേ. യാക്കോബിനെ വിളിച്ച പോലെ അല്ല യോഹന്നാനെ വിളിച്ചേ. യാക്കോബിന് കിട്ടിയ വെളിപ്പാടല്ല യോഹന്നാന് കിട്ടിയ വെളിപ്പാട്. പൗലോസിന്റെ വെളിപ്പാടായിരുന്നില്ല പത്രോസിന്റെ വെളിപ്പാട്. ഇവർ തമ്മിൽ ആ വിഷയത്തിൽ ആർഗ്യുമെന്റേഷൻ ഉണ്ടാകുക വരെ ചെയ്തു. ഓരോരുത്തർക്കും ഓരോ കോളിംഗ്, ഡിഫറെന്റ് കോളിംഗ്, ഡിഫറെന്റ് അനോയിന്റിങ്, ഡിഫറെന്റ് വിഷൻസാ. പക്ഷെ എല്ലാവർക്കും ദൈവം ഒരുവനാ. എല്ലാവരിലും വെളിപ്പെടുന്ന ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. അതുകൊണ്ട് എൻ്റെ ആത്മീക വിഷയത്തിലും എൻ്റെ ഭൗതിക വിഷയത്തിലും സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുമെന്ന് ആദ്യം വിശ്വസിക്കുക. അതുകൊണ്ടാണ് എഫേസ്യർ 5:17 ആ വാക്യം ഒന്ന് വായിക്കാമോ? എഫേസ്യർ 5:17. ആ എഫേസ്യർ 5:17 വചനം പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്താന്ന് ആദ്യം മനസ്സിലാക്കുക. ദൈവഹിതം എന്തുവാന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ നരകിക്കുന്നതാണോ ദൈവഹിതം? ഞാൻ തകരുന്നതാണോ ദൈവഹിതം? തൻ്റെ മക്കൾ വേദനിക്കുന്നതാണോ ദൈവഹിതം? സ്തോത്രം, പ്രൈസ് ഗോഡ്. ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. അതിൻ്റെ പിറകിൽ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന സാത്താനുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ വ്യക്തിപരമായി അത് മനസ്സിലാക്കുകയാണ്. കാരണം എൻ്റെ ദൈവം അറക്കുന്നവനല്ല, മുടിക്കുന്നവനല്ല, മോഷ്ടിക്കുന്നവനല്ല. യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായിട്ടുണ്ടാകുവാനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. താങ്ക് യു ജീസസ്. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ദൈവ ഇഷ്ടമാ നിങ്ങളുടെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ഒന്ന് കൈ തലയിലോട്ട് വെച്ച് പറഞ്ഞേ, എൻ്റെ ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാനായിരിക്കുന്ന സഭയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ദൈവം എന്നെ അയക്കുന്നിടത്തെല്ലാം ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സന്തോഷമാത് പാസ്റ്ററെ, ദൈവത്തിന് സന്തോഷം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ നന്നായി പഠിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് വാങ്ങുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല ശമ്പളം വാങ്ങുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നിങ്ങളുടെ മക്കൾ നല്ല വാഹനത്തിൽ നടക്കുന്നതിലും, നിങ്ങളുടെ മക്കൾ നല്ല ആഹാരം കഴിക്കുന്നതിലും, നിങ്ങളുടെ മക്കൾ നല്ല ഭവനങ്ങൾ വെച്ച് പാർക്കുന്നതിലും നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഉണ്ടെങ്കിൽ യേശു പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. താങ്ക് യു ജീസസ്. 35-ാമത്തെ സങ്കീർത്തനം 27-ാമത്തെ വാക്യം. എന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തന്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവരെപ്പോഴും പറയട്ടെ. Let them shout for joy and be glad that favor my righteous case. Yeah, let them say continually, let the Lord be magnified, which has pleasure in the prosperity of his servant. തന്റെ മക്കളുടെ പ്രോസ്പെരിറ്റിയിൽ, തന്റെ മക്കളുടെ ശ്രേയസിൽ, തന്റെ ദാസന്മാരുടെ പ്രോസ്പെരിറ്റിയിൽ, തന്റെ ജനത്തിന്റെ അനുഗ്രഹത്തിൽ, തന്റെ ജനത്തിന്റെ അഭിവൃദ്ധിയിൽ പ്രസാദിക്കുന്ന, സന്തോഷിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവരെപ്പോഴും പറയട്ടെ.